ഹേ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വൈ യു ആർ നോട്ട് സെലക്റ്റഡ് ഫോർ ദ ഇൻ്റർവ്യൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് സെലക്ട് ആകാഞ്ഞത്? അതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. ഓക്കെ, നമ്മൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കമ്പനിക്ക് അത്ര ആവശ്യമുണ്ടായിട്ടാണ് നമ്മളെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നത്. ആക്ച്വലി ഒരു കമ്പനിയിലെ മാനേജേഴ്സിന് ഒരു തിരക്കുള്ളവരാണ് അല്ലേ. സോ ഒരു ഇൻ്റർവ്യൂ എടുത്ത് സമയം കളയാൻ അവരൊരിക്കലും നമ്മളെ വിളിക്കത്തില്ല. അപ്പോൾ നമ്മൾ അത്രയധികം സീരിയസ്നെസ്സായിട്ട് നമ്മൾ ആ ഇൻ്റർവ്യൂവിനെ എടുക്കണം. ഓക്കെ, നമ്മളതൊരു സീരിയസ് ആയിട്ട് നമ്മൾ ആ ഇൻ്റർവ്യൂവിനെ നമ്മുടെ മനസ്സിലെടുത്തേ മതിയാകത്തുള്ളൂ. നമ്മൾ പോകുന്നതിന് തലേ ദിവസം ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വായിച്ച് നോക്കി, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സെല്ലാം ശരിയാക്കി വെച്ച് പ്രിപ്പയർ ആയെന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ആകണം. നമ്മളെ ഏത് പോസ്റ്റാണോ വിളിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ എക്സാം കാണും ചില കമ്പനികളിൽ. ആ എക്സാം ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. എൻ്റെ കമ്പനി ഞാൻ കാണുന്നൊരു കാര്യമാണ്, വളരെയധികം പ്രിപ്പയർ ആകാതെ വളരെ മോശമായിട്ട് വന്ന് എക്സാം എഴുതുകയും ബേസിക് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡൊക്കെ വളരെ തെറ്റായിട്ട് ജേർണൽ എൻട്രി എഴുതിയിട്ട് പോയിട്ട് കിട്ടാത്ത അനേകം പേരെ എനിക്കറിയാം. സോ ഇതൊരു നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ നോട്ടീസ് കിട്ടുന്നത് 1 വീക്കോ അല്ലെ 2 ഡേയ്സോ ഒക്കെ പുറകിലാണെങ്കിൽ പോലും നിങ്ങൾ ഉള്ള സമയം കൊണ്ട് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷമേ ഇൻ്റർവ്യൂവിന് കടന്നു പോകാവൂ. ആക്ച്വലി നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലി വേണമെന്ന് തന്നെ ഓർത്തിരിക്കുകയാണ് നല്ലൊരു, ചിലപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറയുന്നത് കാരണം ഒരു നല്ല സ്ഥാപനത്തിലെ നല്ലൊരു പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പലപ്പോഴും കമ്പനികൾക്ക് പൈസയൊന്നുമല്ല പ്രശ്നം, അവർക്ക് നല്ലൊരു കാൻഡിഡേറ്റിനെ കിട്ടുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂവിന് പോവുക. ഇനി മറ്റ് റീസൺസ്, എന്തുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്നുള്ള മറ്റ് റീസൺസ് നമുക്ക് പിന്നീട് നോക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.